പ്രിയപ്പെട്ടവരെ, 50 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് കാലം പ്രാർത്ഥനയുടെയും പരിത്യാഗ പ്രവർത്തികളുടെയും ജീവിത നവീകരണത്തിൻ്റെയും എല്ലാം കാലഘട്ടമാണ്. പ്രാർത്ഥനയുടെ തലത്തിലേക്കൊക്കെ നമ്മൾ എത്താറുണ്ട്. അനുദിന ദിവ്യബലിയിൽ സംബന്ധിക്കാനും അനുദിന കുടുംബ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാനും കുരിശിൻ്റെ വഴിയിലൊക്കെ പങ്കുചെടുക്കാനായിട്ടും വിശുദ്ധ ഗ്രന്ഥ വായനയിലൊക്കെ ശ്രദ്ധിക്കുവാനുമൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ താല്പര്യമെടുക്കാറുണ്ട്. ഇതെല്ലാം നമ്മളെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ശ്രേഷ്ഠമായ ഒന്നാണ് വിശുദ്ധ കുർബാന എന്ന് നമുക്കറിയാം, ദൈവാരാധനയാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നവീകരണം വരുത്തുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. എന്നാൽ പരിത്യാഗത്തിൻ്റെ ഒക്കെ കാലഘട്ടം എന്ന് പറയുന്നത് അത് സഭാമാതാവ് പഠിപ്പിക്കുന്ന ഉപവാസം, ഒരു നേരം, മാംസവർജനം, ഇങ്ങനെയുള്ളതിലൊക്കെയാണ് വരിക. അതൊരു ഭക്ഷണത്തിൻ്റെ തലത്തിൽ മാത്രമല്ല ഉപവാസം. ഭക്ഷണത്തിൻ്റെ തലത്തിൽ നമ്മൾ കാണുമ്പോൾ മാർപ്പാപ്പ പറയുന്നത് പോലെ ത്യാഗം ഉദരത്തിലേതല്ല, അത് മാംസവർജനങ്ങളേതുമല്ല, അത് ഹൃദയത്തിൽ നടക്കേണ്ടതാണ്. ഈ ഉദരത്തിൽ മാത്രമുള്ളതായ ഒരു ഉപവാസമാണ് എങ്കിൽ അതൊരുപക്ഷെ നമ്മളുടെ പേഴ്സിൽ ബാലൻസ് വരുത്താനായിട്ടോ നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കാനായിട്ടോ ഒക്കെ മാത്രമുള്ളതായിട്ട് മാറും ഉപവാസം. അതല്ല അതിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്. ഉപവാസത്തിലൂടെ മിച്ചം പിടിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ പണം, അത് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണമാകണം. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് ഒരു സപ്പോർട്ടായിട്ട് മാറണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ മെരിറ്റോറിയസ് ആവുക. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഉപവാസം അത് ഉദരത്തിൻ്റെതായിട്ട് മാത്രം അവസാനിപ്പിക്കരുത്. അതുപോലെ തന്നെ പൗലോസ്ലീഹ പറയുന്നതാണ് ഈ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ, മോഷ്ടാവായിരുന്നവൻ മോഷ്ടിക്കരുത്, കോപിച്ചിരുന്നവൻ കോപിക്കരുത്, വ്യാജവാക്കുകൾ പറയുന്നവൻ അങ്ങനെ ചെയ്യരുത് എന്നെല്ലാം പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നിഷ്ഠ പുലർത്തേണ്ടതുണ്ട്. മടിയനായിട്ടിരിക്കുന്നയാൾ അല്ലെങ്കിൽ ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നയാൾ ജോലി ചെയ്ത് വേണം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്. അല്ലാതെ മോഷ്ടിച്ച് നീ ഒരിക്കലും നിനക്ക് നേട്ടം കൊയ്യാനായിട്ട് ശ്രമിക്കരുത്. മോഷ്ടാവായിരുന്നവൻ മേലും മോഷ്ടിക്കരുത്. അതുപോലെ കള്ളസാക്ഷ്യം പറയുന്നവൻ ഇനിമേൽ കള്ളം പറയരുത്. കോപിക്കുന്നവൻ ഇനിമേൽ കോപിക്കരുത്. നീ കോപിച്ചിരിക്കുമ്പോൾ നിൻ്റെ തലയ്ക്ക് മുകളിൽ സൂര്യൻ അസ്തമിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ദിവസവും അന്തി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ കോപം പറഞ്ഞു തീർത്തിരിക്കണം. അത് ഒരുപക്ഷെ നിൻ്റെ മരണത്തിൻ്റെ ദിവസമായിട്ട് പോലും മാറാം. അതുകൊണ്ട് ഈ കോപം നീ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ, ഈ സൂര്യാസ്തമനം എന്ന് പറയുന്നത് എൻ്റെ ലോകത്തിൻ്റെ അവസാനവുമാകാം, അങ്ങനെ വരാനായിട്ട് ഇട കൊടുക്കരുത് എന്നാണ് പറയുക. നല്ല വാക്കുകളായിരിക്കണം സംസാരിക്കുക. കേൾവിക്കാർക്ക് മനസ്സിന് ഇമ്പം നൽകുന്ന, കുളിർമ കൊടുക്കുന്നത്. അതല്ലാതെ കണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന, പരദൂഷണം പറയുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന സംസാരങ്ങൾ നിന്നിൽ നിന്നുണ്ടാകരുത് എന്നൊക്കെ പറയുമ്പോൾ എവിടെയോ എല്ലാം ഞാൻ ഒത്തിരി ഉപവാസത്തിൻ്റെ, ഒത്തിരി അടക്കത്തിൻ്റെ തലങ്ങളിലേക്ക് വരേണ്ടതുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അടക്കം എന്ന വാക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന, പക്ഷെ അതിനർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയാൻ പാടില്ല. അടക്കം എന്ന് പറയുന്ന അച്ചടക്കമുണ്ട്. അച്ചടക്കം എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനാണ്. കുടുംബങ്ങളിലൊക്കെ ഈ പാരൻസ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൈ കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകണം. ഭക്ഷണത്തിൻ്റെ സമയത്ത് ഭക്ഷണസാധനങ്ങളൊന്നും പ്ലേറ്റിൽ നിന്ന് താഴെ വീഴാൻ പാടില്ല. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കുന്നത് ഒരു ഡിസിപ്ലിനാണ്, ഒരടക്കം അവരെ പഠിപ്പിക്കുക. അതല്ലെങ്കിൽ സ്കൂളിൽ വരുമ്പോൾ ടീച്ചേഴ്സ് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം.
വരുമ്പോൾ ഗുഡ് മോർണിംഗ് പറയണം, ക്ലാസ് കഴിയുമ്പോൾ താങ്ക് യു പറയണം, എവിടെ വെച്ചിട്ട് ചെന്നെ കണ്ടാലും ഗ്രീറ്റ് ചെയ്യണം. ഇതെല്ലാം പറയുന്നത് അവരിൽ ഓരോ ഡിസിപ്ലിൻ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ഇതാണ് അച്ചടക്കം എന്ന് പറയുന്നത്. അങ്ങനെ സമൂഹം പഠിപ്പിക്കുന്ന അച്ചടക്കമുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കുന്ന അച്ചടക്കമുണ്ട്, വീട്ടിൽ പഠിപ്പിക്കുന്ന അച്ചടക്കമുണ്ട്. ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ വരുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം പോകേണ്ട ഒന്ന് ആണ് ഒരു ആശയടക്കം. ഈ ആശയടക്കത്തിൻ്റെ തലത്തിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ആശയടക്കമാണ് വാസ്തവത്തിൽ നമ്മുടെ ആത്മീക വളർച്ച നിയന്ത്രിക്കുന്നത്. എൻ്റെ ഉപവാസം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ദുഷ്ചെയ്തികളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ളതായ ഒരു എൻ്റെ മേൽ തന്നെയുള്ള നിയന്ത്രണം, ഇതൊക്കെ അടക്കത്തിൻ്റെ വഴികളിലൂടെ, ശൈലികളിലൂടെയൊക്കെ ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന അവസരമാണ് നോമ്പുകാലം. അടക്കത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നതും നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഉപവാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നോമ്പ് കാലം കൊണ്ട് അവസാനിപ്പിക്കരുത്. ഈ അങ്ങനെ നോമ്പ് കാലം കൊണ്ട് അവസാനിപ്പിക്കുന്നവനാണ് എങ്കിൽ അവൻ ഉപവാസം അനുഷ്ഠിക്കുന്നതിന് മുമ്പ് നാളെ മുതൽ ഉപവാസമാണല്ലോ എന്നോർത്ത് നന്നായിട്ട് വലിച്ചുവാരി കഴിക്കും. ആഘോഷിക്കുമ്പോൾ ഇത്രയും നാൾ ഉപവസിച്ചതല്ലേ എന്നോർത്ത് അതിൻ്റെയും കൂടെ കടം തീർത്ത് ആഘോഷിക്കും, വലിച്ചുവാരി കഴിക്കും. മദ്യപിക്കുന്നവനാണെങ്കിൽ അതുപോലെ അങ്ങ് മദ്യപിച്ച് ആഘോഷിക്കും. അതല്ല വാസ്തവത്തിൽ ഒരു ആശയടക്കമുള്ളവൻ്റേതായ ശൈലി, ഒരു ഉപവാസം അനുഷ്ഠിക്കേണ്ട ഒരു ശൈലി. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഇനിയുള്ളതായ ജീവിത ശൈലിയാക്കി മാറ്റുന്ന ഒരു തലത്തിലേക്ക് ഞാൻ എത്തിപ്പെടുമ്പോഴാണ് ഉപവാസം എൻ്റെ ഒരു പുനഃസൃഷ്ടിയാക്കി മാറ്റുക. ആ പുനഃസൃഷ്ടിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഓരോ നോമ്പിലും നടക്കേണ്ടത്. ഒരു പക്ഷേ വീഴ്ചകളുണ്ടാകാം, കുറവുകളുണ്ടാകാം. പക്ഷേ അപ്പോഴും ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുനഃസൃഷ്ടിയാകാനാണ് എന്ന ബോധ്യം ഓരോ നോമ്പിലും എനിക്കുണ്ടെങ്കിൽ എൻ്റെ നോമ്പ് ആചരണം അതെൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറാനായിട്ട് എന്നെ സഹായിക്കും.